ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ കെ സുധാകരൻ സ്ഥാനാർത്ഥി. സുധാകരനെ മത്സരിപ്പിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. ഇത്തവണ മത്സരത്തിനില്ല എന്നാണ് സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നത്. ആ അനിശ്ചിതത്വം ഒഴിവാവുകയാണ്. കണ്ണൂരിൽ കെ സുധാകരൻ ഇറങ്ങുന്നു. കണ്ണൂരിൽ ശക്തമായ പോരാട്ടത്തിന് വഴിയൊരുങ്ങുകയാണ്. നേരത്തെ ജയന്തായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള വിവരങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഒറ്റപ്പേരിലേക്ക് എത്തുന്നു കെ സുധാകരൻ. പി ആർ പ്രവീണ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പി ആർ പ്രവീണ, കണ്ണൂർ പിടിച്ചു നിർത്തണമെങ്കിൽ, കണ്ണൂർ സീറ്റ് കൈവിടാതിരിക്കണമെങ്കിൽ സുധാകരൻ തന്നെ വേണം എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയായിരുന്നു. തീർച്ചയായും. കാരണം അതിന് മുന്നോടിയായി നടന്ന തെരഞ്ഞെടുപ്പ് സർവേകൾ, പാർട്ടിയുടെ സർവേകളും കെ സുധാകരൻ തന്നെ കണ്ണൂരിൽ ഇറങ്ങണമെന്നുള്ളതായിരുന്നു. മറ്റാരും ഇറങ്ങിയാലും മണ്ഡലം നിലനിർത്താൻ കഴിയില്ല എന്നുള്ളൊരു വികാരം പാർട്ടി നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പാർട്ടി അണികളും നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വസ്തുതകൾ കൂടി കണക്കിലെടുത്താണ് സുധാകരൻ തന്നെ കളത്തിലിറങ്ങിയാൽ മതി എന്നുള്ള കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്. നേരത്തെ അസുഖ കാര്യങ്ങൾ, അതായത് ശാരീരിക പ്രശ്നങ്ങൾ കാരണം നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനത്തുള്ള താൻ മത്സരിക്കാനില്ല എന്നുള്ളതായിരുന്നു കെ സുധാകരന്റെ നിലപാടെങ്കിൽ രാഹുൽ ഗാന്ധി കൂടി മുൻകൈയെടുത്താണ് അദ്ദേഹത്തെ അമേരിക്കയിൽ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി കൊണ്ടുപോയത്. പരിശോധനയിലോ ചികിത്സയിലോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സജീവമാകാനുള്ള നിർദ്ദേശം രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് സുധാകരൻ നൽകിയിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് വീണ്ടും മത്സര രംഗത്തെത്താൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CPM സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വന്നതോടെ കരുത്തരുടെ പോരാട്ടം നടക്കുമ്പോൾ കണ്ണൂരിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് ഏൽക്കുന്ന തിരിച്ചടി അത് ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ കൂടിയാണ് കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ AICC തന്നെ ഉറപ്പിക്കുന്നത്. മത്സരരംഗത്ത് ഉണ്ടാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ തന്നെ തീരുമാനം മാറ്റുമെന്നുള്ള കാര്യം കെ സുധാകരൻ ഇതിനോടകം 1-2 വട്ടം അറിഞ്ഞും അറിയാതെയും, അതായത് നേരിട്ടും അല്ലാതെയും പറഞ്ഞിരുന്നു. അതുപോലെ ഇനി ഇപ്പോൾ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകില്ല. കണ്ണൂരിൽ കെ സുധാകരൻ വീണ്ടും ഇറങ്ങുകയാണ്. കണ്ണൂരിൽ സുധാകരൻ ഇറങ്ങുമ്പോൾ സുധാകരന് മുൻപ് തന്നെ കളം പിടിക്കാനായി ഇടതുപക്ഷം നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ സാഹചര്യങ്ങൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇടതുപക്ഷത്തിന് കളം ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സുധാകരൻ ഇറങ്ങുന്നത് അത് അല്പം വൈകിപ്പോയി എന്ന ഒരു തോന്നൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടോ പ്രവീണ? അതായത് ഒരു ആശങ്കയുണ്ടായിരുന്നു, കെ സുധാകരൻ മാറിയാൽ ആര് വരും എന്നതൊക്കെ സംബന്ധിച്ചുള്ള ആശങ്കയും അത്തരത്തിൽ പാർട്ടി അണികൾക്കിടയിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ താൻ മാറിയാൽ കെ ജയന്ത് എന്നുള്ളതായിരുന്നു കെ സുധാകരന്റെ ഫോർമുല. പക്ഷേ നിലവിൽ മാറേണ്ട സാഹചര്യമില്ല, മത്സരിച്ചേ മതിയാകൂ നിലവിലെ സാഹചര്യത്തിൽ എന്നുള്ളതാണ് AICC നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സുധാകരനെ പുതുതായി പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടാവില്ല മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തനം തുടങ്ങിയാൽ മതിയാകും. സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം നിലവിലെ സാഹചര്യത്തിൽ മാർച്ച് 10 രണ്ടാം വർഷം ഔദ്യോഗികമായി AICC നിന്നുണ്ടാകാൻ സാധ്യത ഇവിടെ നേരത്തെ പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യമൊക്കെ ഉയർന്നിട്ടുണ്ടെങ്കിലും സിറ്റിംഗ് MPമാരാകുമ്പോൾ അവർക്ക് മണ്ഡലത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും, അവർക്ക് ചെയ്യാനുണ്ടാകും. അവർക്ക് അവരുടെ പാർട്ടി പ്രവർത്തകരോടും ജനങ്ങളോടും അച്ചു നിൽക്കുന്നതാണ് ഈ ഒരു സാഹചര്യം സുധാകരനുണ്ട് എന്നുള്ളതും അത് അനുകൂലമാകും എന്നുള്ളതുമാണ് കണക്കുകൂട്ടൽ. പുതിയൊരാളെ കൊണ്ടുവരുമ്പോഴുള്ള അത്ര കണ്ടുള്ള പ്രയാസങ്ങളൊന്നുമില്ല. ഇനി ഇടത് സ്ഥാനാർത്ഥിയായാലും BJP സ്ഥാനാർത്ഥിയായാലും അത് എത്ര കരുത്തർ വന്നാലും കെ സുധാകരൻ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പരിചിതനാണ്, അവിടുത്തെ സിറ്റിംഗ് MP ആണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആശങ്കകൾക്കിടയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഓക്കെ, പി ആർ പ്രവീണ, ഇപ്പോൾ കണ്ണൂരിന്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. ഇനി സ്ഥാനാർത്ഥി പട്ടിക അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി പ്രധാനമായും ഇപ്പോൾ ഒരു കൂടുതൽ ആലോചനകൾ വേണ്ടിവരുന്നത് ആലപ്പുഴയുടെ കാര്യത്തിലാണോ, അതോ ആലപ്പുഴയും തീരുമാനമായോ? ആലപ്പുഴയുടെ കാര്യത്തിലും വയനാടിന്റെ കാര്യത്തിലുമാണ് ഇനി അന്തിമ തീരുമാനം വരാനുള്ളത്. വയനാട് സിറ്റിംഗ് സീറ്റാണ്. അവിടേക്ക് രാഹുൽ ഗാന്ധി MP എത്തുമ്പോൾ ഉണ്ടാകുന്ന മുന്നണി ബന്ധങ്ങളെ, ഇന്ത്യ മുന്നണി ബന്ധം അതെങ്ങനെ ബാധിക്കുമെന്നുള്ളതൊക്കെയാണ് ചർച്ച. സ്വാഭാവികമായും അക്കാര്യത്തിലടക്കം ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ആലപ്പുഴ, അവിടേക്ക് KC വേണുഗോപാൽ വരണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും സംസ്ഥാന നേതൃത്വം ഉറച്ചു നിൽക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ വരാം എന്നുള്ളതാണെങ്കിലും പാർട്ടി എന്ന് പറയുന്നത് KC വേണുഗോപാൽ തന്നെയാകുമ്പോൾ അദ്ദേഹം തന്നെയാണ് തീരുമാനം എടുക്കേണ്ടതും. അക്കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടിയോ നാളെയോ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നാളെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പട്ടിക കൊടുക്കേണ്ടി വരും. ആ പട്ടികയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേരിനാകെ മുൻതൂക്കം എന്നാണ് സൂചന. ഓക്കെ, കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ എന്ന് ഉറപ്പിക്കുന്നു. പി ആർ പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്. ശക്തമായ പോരാട്ടത്തിലേക്ക് കണ്ണൂർ എത്തുന്നു. കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല നമുക്കൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കെ സുധാകരൻ തന്നെ കണ്ണൂരിൽ മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു കഴിഞ്ഞു. കണ്ണൂരിലെ അനിശ്ചിതത്വം നീങ്ങുന്നു. ഇനി ആലപ്പുഴയും വയനാടുമാണ് ഒരു അനിശ്ചിതത്വമായി മുന്നിലുള്ളത്. കോൺഗ്രസിന് ഇക്കുറി 20-20 ഉറപ്പാണോ ശ്രീ ജ്യോതികുമാർ? തീർച്ചയായിട്ടും UDF-നെ സംബന്ധിച്ച് 20-20 സീറ്റും ജയിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോ നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത ശരിയാണെങ്കിൽ ഞാൻ ഇപ്പോൾ യാത്ര കാണുന്നത് എനിക്കതിന്റെ ആധികാരികതയെ സംബന്ധിച്ച് ഉറപ്പില്ല. എനിക്കൊരു
ശ്രീ സുധാകരനെ തീരുമാനിച്ചു അല്ലെങ്കിൽ മത്സരിക്കണമെന്ന് പറഞ്ഞതായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നീട് അവശേഷിക്കുന്നത് ഇപ്പോഴത്തെ നിലയിൽ അവശേഷിക്കുന്നത് ആലപ്പുഴ മാത്രമാണ്. മറ്റ് സീറ്റുകളെ സംബന്ധിച്ച് ഘടകകക്ഷികളുമായി ലീഗുമായിട്ടുള്ള ചർച്ച പൂർത്തിയായി. അതിന്റെ ഫൈനൽ തീരുമാനം നാളെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. തീർച്ചയായിട്ടും UDF-നെ സംബന്ധിച്ച് കേരളത്തിലെ 20 സീറ്റുകളിൽ ജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനനുസരിച്ചുള്ള ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലുള്ള MP-മാർ മത്സരിക്കുകയാണെങ്കിൽ തന്നെ എല്ലാവരും തന്നെ വളരെ സജീവമായി രംഗത്തുള്ളവരാണ്. അവർക്ക് വലിയ വിജയം നേടാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കെ സുധാകരനും VD സതീശനും തമ്മിലുള്ള പരസ്യമായിട്ടുള്ള ആ വാർത്താ സമ്മേളനത്തിൽ വരാൻ വൈകുമ്പോഴുള്ള വിഷയമൊക്കെ അത് ദൃശ്യങ്ങളായി മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇങ്ങനെയൊന്ന് വേണ്ടിയിരുന്നു എന്ന് അണികൾ തന്നെ ചോദിക്കുന്നുണ്ട്. ഇന്നിതാ നോക്കൂ, പത്തനംതിട്ടയിൽ ഇന്നും വൈകി എത്തും VD സതീശൻ എന്ന് അറിയിക്കുന്നു. ഒന്നിച്ച് വാർത്താ സമ്മേളനത്തിന് എത്തുന്നില്ല. അപ്പോൾ ഈ നേതാക്കൾ തമ്മിലുള്ള ഒരു ഉൾപോര് അത് പാർട്ടിയെ അല്ലെങ്കിൽ പാർട്ടിയുടെ സാധ്യതകളെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടി കോൺഗ്രസിന് മുന്നിലില്ലേ ശ്രീ ജ്യോതികുമാർ? ഒരിക്കലുമില്ല. മിനിഞ്ഞന്നുണ്ടായ സംഭവത്തെ സംബന്ധിച്ചൊക്കെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPC പ്രസിഡന്റും വളരെ വ്യക്തമായി സംസാരിച്ചു കഴിഞ്ഞു. അതിനപ്പുറത്തേക്കൊന്നും കാര്യങ്ങൾ പോകേണ്ടതായിട്ടില്ല. ആ ഉപയോഗിച്ച പദപ്രയോഗത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ ആ ചർച്ച എന്ന വിഷയത്തെ സംബന്ധിച്ചുമൊക്കെ അവർ തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. നമുക്ക് അത്തരം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. KPC പ്രസിഡന്റ് ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് വൈകി എന്നാണ് നിങ്ങളെ സംബന്ധിച്ച് തർക്കമുണ്ട്. ഇന്നലെ UDF-ന്റെ ചർച്ച എറണാകുളത്തായിരുന്നു. സ്വാഭാവികമായും എറണാകുളത്ത് നിന്ന് അദ്ദേഹം പത്തനംതിട്ടയിൽ എത്തണം. പത്തനംതിട്ടയിൽ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വൈകി എത്തുന്നു എന്ന് അറിയിച്ചത് അതുകൊണ്ട് അതിന്റെ പേരിൽ അദ്ദേഹം മുടങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ ഒന്നിച്ച് പത്രസമ്മേളനം നടന്നില്ല ഇല്ലെന്നല്ല അർത്ഥം. ഇന്ന് സ്വാഭാവികമായിട്ടും കൊട്ടാരക്കരയിൽ പരിപാടിയുണ്ട്, വൈകുന്നേരം കൊല്ലത്ത് പരിപാടിയുണ്ട്. ഇതിലെല്ലാം അവർ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പോലും പത്തനംതിട്ടയിൽ ആ പരിപാടിയിൽ അവിടെ സമരാജ്ഞിയുമായി ബന്ധപ്പെട്ട പൊതുയോഗത്തിൽ രണ്ടുപേരും ഒന്നിച്ചാണ് വന്നത്. അങ്ങനെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ നിലനിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ അതിനപ്പുറത്തേക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെയാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ UDF-ന് മിന്നുന്ന വിജയം ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല പ്രതികരിച്ചതിന്. കണ്ണൂരിലെ സ്ഥാനാർത്ഥി കെ സുധാകരൻ തന്നെ എന്ന് ഉറപ്പിക്കുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ്. കണ്ണൂരിൽ കെ സുധാകരൻ വീണ്ടും എത്തുന്നു. സിറ്റിംഗ് MP തന്നെ മത്സരത്തിനിറങ്ങുന്നു. ഇനി തീരുമാനമാകേണ്ടത് ആലപ്പുഴയിലും ഒപ്പം വയനാട്ടിലും. ആലപ്പുഴയിൽ KC-യും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും എത്തുമോ? അതിനായുള്ള കാത്തിരിപ്പിലാണ് കോൺഗ്രസ്.